ബംഗളൂരുവിലേക്ക് പോവുകയാണ്. കെ ബി ശ്രീധരൻ കൂടി നമ്മുടെ അടുത്ത് ചേരുന്നുണ്ട്. ശ്രീധരൻ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രതിസന്ധിയിൽ നിന്നും ഒട്ടും കുറവില്ലാതെ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടി വരികയാണ്. 124 സർവീസുകളാണല്ലേ ബംഗളൂരുവിൽ റദ്ദാക്കിയിരിക്കുന്നത്. എത്ര വലിയ ഓരോ പ്രശ്നമാണ് യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്നത്? പൂജ, കഴിഞ്ഞ ദിവസത്തെ നോക്കുമ്പോൾ സർക്കാരിന്റെ ബുദ്ധിമുട്ടിന് കാര്യമായിട്ട് കുറവ് വന്നിട്ടില്ല. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭേദമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 63 ഇവിടെ നിന്ന് പുറപ്പെടേണ്ട 63 വിമാനങ്ങളും ബംഗളൂരുവിലേക്ക് എത്തേണ്ട 61 വിമാനങ്ങളുമാണ് സർവീസുകളുമാണ് റദ്ദാക്കിയത്. യാത്രക്കാർ ഇന്നും കാര്യമായിട്ട് ഈ വിമാനത്താവളത്തിൽ നിൽക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിലായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വാർത്തകൾക്ക് വന്നിട്ട് പോലും റീഫണ്ട് സംബന്ധിച്ചോ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചോ യാതൊരു വിവരവും അവർക്ക് ലഭിച്ചിട്ടില്ല. ചെന്നൈയിലും ഹൈദരാബാദിലും സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട ഏതാണ്ട് 28 സർവീസുകളും ചെന്നൈയിലേക്ക് വരേണ്ട 20 സർവീസുകളുമാണ് റദ്ദാക്കിയത്. ഹൈദരാബാദ് വിമാനത്താവളത്തിലും സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണുള്ളത്. അവിടുത്തെ കണക്കുകൾ പുറത്തു വരുന്നേ ഉള്ളൂ. ഏറ്റവും അധികം പ്രശ്നമുള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഹൈദരാബാദിലേക്ക് കണ്ടത് നിരവധി ആളുകൾ ശബരിമല ദർശനത്തിലേക്ക് വരാൻ വേണ്ടി ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇന്നലെ യാത്ര പുറപ്പെടാൻ ആവാത്തൊരു സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഇന്നലെ വൈകിട്ടൊക്കെ ഉണ്ടായി. അയ്യപ്പ ഭക്തരൊക്കെ അവിടെ ശരണം വിളികളുമായിട്ട് ഈ വിമാനത്താവളത്തിൽ ചെക്കിൻ ചെയ്തതിനു ശേഷം അവിടെ ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നാണ്. ഏതായാലും ദക്ഷിണേന്ത്യയിലെ വിമാനത്താവളങ്ങൾ നോക്കിയാൽ ഇന്നും പ്രതിസന്ധി തുടരുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് അല്പം കുറവാണ്. ചില ട്രെയിനുകളിലൊക്കെ ഈ അധിക തിരക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ട്രെയിനുകളിൽ കൂടുതൽ കോച്ചുകളൊക്കെ സദേൺ റെയിൽവേ ഇന്നലെ സദേൺ റെയിൽവേയും സൗത്ത് വെസ്റ്റ് റെയിൽവേയും സൗത്ത് ഈസ്റ്റ് റെയിൽവേയൊക്കെ ഇന്നലെ കൂടുതൽ കോച്ചുകളൊക്കെ ആഡ് ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും തിരക്കിന് കുറവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും തുടർച്ചയായി 3-ാം ദിവസവും കാര്യമായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ദക്ഷിണേന്ത്യൻ വിമാനത്താവളങ്ങളിലെ അവസ്ഥയെടുത്താൽ കാണാൻ കഴിയുക.